അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാനിത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കിയിട്ട് ഒത്തിരി കാലം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് വന്നിട്ടുള്ളത്. നോമ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന ഒരു ഐറ്റമാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. കാരണം നമ്മൾ ചിക്കൻ കറി, ബീഫ് കറി, അതുപോലെ തന്നെ സ്നാക്സ് എല്ലാത്തിനകത്തും ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് എന്നും ഇതേപോലെ തന്നെ പേസ്റ്റ് ഉണ്ടാക്കുക എന്ന് കുറച്ച് അധികം ടൈം വേണം. അപ്പോൾ നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ജോലിയൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റുക, എത്ര നാൾ സൂക്ഷിക്കാൻ പറ്റും, അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും എടുക്കുമ്പോൾ ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ നോക്കുക, എന്നാലേ കറക്റ്റ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇഞ്ചി നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല പോലെ ഒന്ന് ടവൽ വെച്ച് തുടച്ചെടുത്തിട്ട് വേണം നമ്മളിത് പീൽ ചെയ്തെടുക്കാനായിട്ട്. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. അതിന് ശേഷം നമ്മളിതൊന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെളുത്തുള്ളി നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുത്താൽ മാത്രം മതി. ഞാനിവിടെ വെളുത്തുള്ളി ഇഞ്ചി ഓരോ കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അഥവാ ഇഞ്ചിയിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഫാനിൻ്റെ ചോട്ടിൽ കുറച്ച് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുത്താൽ മതി. ആദ്യം നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് അരിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയാകുമ്പോൾ. ഇതുപോലെ ചതച്ചെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരയാൻ വേണ്ടിയിട്ട് വെള്ളമല്ല ചേർക്കുന്നത്, പകരം നമ്മൾ എണ്ണയാണ് ചേർക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ ഉപ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ചേർക്കുന്നത്, കരിഞ്ഞു പോകരുത്. ഞാനത് 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇതിനകത്തോട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ 3 ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോഴാണ് ഇത് ഒത്തിരി നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. കാരണം ഞാൻ 1 കപ്പാണ് 2 എടുത്തിട്ടുള്ളത്. ഇനി അളവ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂടെ ഒന്ന് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരയണം. കണ്ടോ, ഇതുപോലെ അരഞ്ഞ് കിട്ടണം. നമ്മൾ ഇതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാം നാച്ചുറൽ ഐറ്റംസ് ആണ്. ഒത്തിരി നാൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഏകദേശം ഒരു 6 മാസത്തോളം നമ്മൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതുപോലത്തെ ഒരു ഗ്ലാസ് ജാറിനകത്തോളം നമ്മളിത് മാറ്റാനായിട്ട്. ഒട്ടും വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറായിരിക്കണം. വെള്ളം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോവും. അതുപോലെ തന്നെ നമ്മൾ ഇത് എടുക്കുന്ന സ്പൂണും ഒട്ടും നനവുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ കളറ് ചേഞ്ച് ചെയ്യാതെ ഒരു 6 മാസത്തോളം ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നാളും ഉപയോഗിക്കാൻ പറ്റും. ചിലപ്പോൾ കേടായിട്ടുണ്ടെങ്കിൽ കളറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, അത് ശ്രദ്ധിച്ചാൽ മതി. ഇത് കറക്റ്റായിട്ട് വെള്ളവും തട്ടാതെ നോക്കുകയാണെങ്കിൽ 6 മാസം വരെ ഇതിനൊന്നും പറ്റില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ നോമ്പിന് മുമ്പായിട്ട് ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കുക, പണിയൊക്കെ ഈസി ആവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.